ഒരു മത പഠന അധ്യാപന ശാല, അതിന് നമുക്ക് യൂണിവേഴ്സിറ്റി എന്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നോ ജനകീയ സന്ദർഭം എന്നോ ഒക്കെ പേരിട്ട് വിളിക്കാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് 1990 തുടക്കത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വേദം പഠിക്കണം, ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തനതായ സ്രോതസ്സിൽ നിന്ന് സാധാരണ മത നിയമങ്ങളൊക്കെയും പഠിക്കുന്നത് മൗലവിമാരുടെയോ ഉസ്താദുമാരുടെയോ വാക്കുകളിൽ നിന്നോ അവരെഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നോ അവരുടെ വ്യാഖ്യാനം അനുസരിച്ചായിരുന്നു പൊതുസമൂഹം മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഈ സമൂഹത്തിന്റെ ഈ പോരായ്മ, ഈ ന്യൂനത കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ദീർഘവീക്ഷണത്തോടെ അന്ന് പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ബഹുമാനായ KV അബ്ദുൽ ലത്തീഫ് മൗലവി നേതൃത്വം കൊടുത്തുകൊണ്ട് SLRC സ്ഥാപിക്കുവാനുള്ള പ്രധാന കാരണമായി, ഉദ്ദേശ ലക്ഷ്യമായി അദ്ദേഹം കണ്ടിരുന്നത് തനതായ സ്രോതസ്സിൽ നിന്ന് മതം പഠിക്കുക, അതിന് വിശുദ്ധ ഖുർആനിലേക്ക് നേരിട്ട് അറിയിച്ചെല്ലുക. മതപണ്ഡിതന്മാരുടെ ഫത്വകളിലും മാലകളിലും അന്ധവിശ്വാസ ജടിലമായ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സമൂഹത്തെ ആ ആശയം ഏതാണോ ജനങ്ങൾ അറിയേണ്ട ആശയം അത് നേരിട്ട് മനസ്സിലാക്കുക. അതിനെന്തു വേണം? അറബി പഠിക്കണം. എല്ലാ മാധ്യമ രംഗത്തും വിജ്ഞാന രംഗത്തും ഒക്കെ പഠിക്കാൻ ധാരാളം മാധ്യമങ്ങളുള്ള സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അറബി ഭാഷ പഠിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. അറബി ഭാഷാ പഠനത്തിലൂടെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സമീപന രീതി, ജീവിത രീതി മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ലയിച്ച് ചേർന്ന് ജീവിക്കുക. ഒറ്റപ്പെട്ട ഒരു വേറിട്ട വിഭാഗമാകാതെ പൊതുസമൂഹത്തോട് സഹവർത്തിത്വത്തോടെ സഹകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ മതം അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിതമായിട്ടുള്ളത്. അതുവരെ ഈ വേദം പഠിക്കുന്നതിന് ഓതി പഠിക്കുക എന്നാണ്. കുറെ ആളുകൾ കൂട്ടമായത് പള്ളി ദർസുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസകളിലോ ഇരുന്ന് അറബി ഭാഷയിൽ പഠിക്കുന്ന ഇവര് യഥാർത്ഥമായി 17 തവണ ആരാധനാ കർമ്മത്തിൽ അഥവാ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ എന്നൊരു പ്രഥമ അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ അർത്ഥം പോലും അറിയാതെ മനഃപ്പാടമാക്കിക്കൊണ്ട് നാവ് കൊണ്ട് ഉരുവിടുകയാണ്. അതിന്റെ അർത്ഥം ഈ ജനം നമസ്കരിക്കുന്ന ഈ ഭക്തന് അറിയുന്നില്ല. അദ്ദേഹം അതരവ്യായാമം നടത്തുന്നു. അതിന് പകരം അത് പറയുന്ന വാക്ക് എന്താണ്, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉരുവിട്ടാലേ ഇവന്റെ ജീവിതം ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തന്റെ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ഇതറിയാതെ ഈ അറബി ഭാഷയിലൂടെ, ഈ അറബി മനഃപ്പാടമാക്കിയതിലൂടെ പഠിക്കുന്നതിലൂടെ സമൂഹത്തിനോ അവന് തന്നെ ഒട്ടും പ്രയോജനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാത്തരം ആളുകളെയും അക്ഷരം പോലും അറിയാത്ത, നമ്മൾ ABC ആൽഫാബറ്റിക് ഓർഡർ പറയുന്ന അൽഫ്, ബാ, താ, സാ എന്നീ അക്ഷരങ്ങൾ പോലും പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും, അതായത് +2 ക്ലാസ്സുകൾ പഠിക്കുന്നവരെയും കോളേജ് തലത്തിലെയും എഞ്ചിനീയറേയും ഡോക്ടർമാരെയും വ്യവസായി, വ്യാപാരി, ഭാര്യ, ഭർത്താവ് ഇവരെല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവർക്കും പൊതുസമ്മതമായ രീതിയിൽ പ്രത്യേക